ആദ്യമായിട്ട് തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് ഒന്ന് നല്ല ക്ഷീണം കാണാം. അത് ഹൈപ്പർതൈറോയിഡിനായാലും ഹൈപ്പോതൈറോയിഡിനായാലും അകാരണമായിട്ടുള്ള ക്ഷീണം. അത് ഒരുപാട് പ്രായമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കൂടുതലായിട്ട് ക്ഷീണം വരാറുണ്ട്. അതുപോലെ തന്നെ ഉറക്കം കൂടുതൽ വരാറുണ്ട്. ചിലർ എപ്പോഴും വളരെ മ്ലാനമായിട്ട് വളരെ ഉറക്കം തൂങ്ങിയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ചിലർക്കാണെങ്കിൽ ഉറക്കം കുറവായിരിക്കും. രാത്രിയിൽ ശരിയായ രീതിയിൽ ഉറക്കം കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഇനി മറ്റൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അമിതമായിട്ടുള്ള വിശപ്പ്, അത് ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ വീണ്ടും വിശക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് വിശപ്പില്ലായ്മയുണ്ട്. ഈ രണ്ട് രീതിയുമുണ്ട്. പിന്നെ അകാരണമായിട്ട് നമുക്ക് വണ്ണം വയ്ക്കുക. ചിലർ അകാരണമായിട്ട് മെലിഞ്ഞു പോവുക. ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വണ്ണം വയ്ക്കുന്നില്ല. ചിലർ പറയുന്നത് ആഹാരം കഴിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ ഒരുപാട് കുറവാണ് കഴിക്കുന്നത്, പക്ഷെ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ കൂടി വരുന്നു. അത് എക്സസൈസ് ചെയ്താലും വലിയ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് പറയും. പിന്നെ കാണുന്നൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ തലമുടി കൊഴിഞ്ഞു പോകുന്നതാണ്. ഒരു കാരണമില്ല, നന്നായിട്ട് ഡയറ്റ് ചെയ്യുന്നുണ്ട്, സ്ട്രെസ്സൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം കറക്റ്റാണ്, പക്ഷേ എന്നിട്ടും മുടി ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോകുന്നു. അപ്പോഴും ഈ തൈറോയിഡ് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് തൈറോയിഡിൻ്റെ ലെവൽ എങ്ങനെയാണ് എന്ന് നോക്കാനായിട്ട് പറയാറുണ്ട്. പിന്നെ ആബാലവൃദ്ധം ജനങ്ങൾക്കുമുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മൂഡ് സ്വിങ്. പലപ്പോഴും വെറുതെ ദേഷ്യപ്പെടുക, വെറുതെ സങ്കടപ്പെടുക, ഒരുപാട് അക്രമ സ്വഭാവം കാണിക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓവർ റിയാക്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അത് പണ്ടൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരവസ്ഥയാണ് എന്ന് പലരും, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരായിരിക്കും ഇതേക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണെന്നാണ് പലപ്പോഴും തിരിച്ചറിയുന്നത്. പക്ഷേ ഈ ഹോർമോൺ, അതായത് തൈറോയ്ഡ് ഹോർമോണിലെ ഏതെങ്കിലും രീതിയിൽ തൈറോക്സിനിൽ എന്തെങ്കിലും വേരിയേഷൻ വരുന്ന സമയത്തും ഇതുപോലെയുള്ള മൂഡ് സ്വിങ്സ് നമുക്ക് വരാറുണ്ട്. അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും അടുത്ത് നിങ്ങളുടെ മനസ്സിലുദിക്കുന്ന ഒരു ചോദ്യം. ആദ്യം തന്നെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുക. അതെങ്ങനെ എന്തെങ്കിലും സംശയം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു ക്ലിനിക്കിൽ പോയിട്ട് ബ്ലഡ് കൊടുത്തിട്ട് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റാണ് ചെയ്യുന്നത്, TFT, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക. അതിനകത്ത് T3, T4 അതുപോലെ TSH, ഇതിൻ്റെ 3 വാല്യൂ എത്രയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് നോക്കുക. അതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. അതിനകത്ത് എങ്ങനെയാണ്, ഇപ്പോൾ ഹോമിയോപ്പതിയിലാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പോകുക എന്ന് പലരും ചോദിക്കാറുണ്ട്. സാധാരണ നമുക്ക് തൈറോക്സിൻ എക്സ്റ്റേണലി സപ്ലൈ ചെയ്യാനുള്ള ഒരു മെഡിക്കേഷൻ ഒരിക്കലും ഹോമിയോപ്പതിയിൽ നമ്മൾ ചെയ്യാറില്ല. ഹോർമോൺസ് ഒരിക്കലും ഒരു കണ്ടീഷൻസിനും നമ്മൾ സപ്ലൈ ചെയ്യാറില്ല. പകരം നമ്മുടെ ഓർഗൻസിനെ, ഇൻറ്റേർണൽ ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിനെക്കൊണ്ട് തന്നെ നമ്മൾ സെക്രീറ്റ് ചെയ്യിപ്പിക്കുക, അഥവാ ഉൽപ്പാദിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിമുലേഷൻ എപ്പോൾ കറക്റ്റ് ആവുന്നോ അതിനനുസരിച്ചാണ് മെഡിസിൻ്റെ ഡോസ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇതിനു മുമ്പ് ആദ്യം നമുക്ക് വിശദമായിട്ടൊരു കേസ് ടേക്കിംഗ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ പലർക്കും പല രീതിയിലുള്ള സിംറ്റംസ് ആയിരിക്കും വരുന്നത്. ചിലർക്ക് മുടി കൊഴിച്ചിലാവാം, ചിലർക്ക് ദേഷ്യമായിരിക്കാം, ചിലർക്ക് വണ്ണം കൂടുതലായിരിക്കാം, ക്ഷീണമായിരിക്കാം. ഇതിന് ഓരോന്നിനും ഓരോ രീതിയിലുള്ള മരുന്നുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ മെഡിസിൻസ് എടുക്കുമ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കറക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടോ, ഇത് ലൈഫ് ലോങ് മെഡിസിൻസ് കഴിക്കണോ? പലപ്പോഴും തൈറോയിഡിനുള്ള ഒരു പറഞ്ഞു കേൾക്കുന്നൊരു പ്രശ്നം, ഹോർമോൺസ് എടുക്കുന്ന സമയത്ത് തൈറോക്സിനാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും ചായക്ക് പഞ്ചസാര വേണമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഇട്ട് കൊടുക്കണം. അല്ലാതെ ഒരു ദിവസം ഇട്ടിട്ട് അടുത്ത ദിവസം നമുക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഈ ഹോർമോൺ ശരീരത്തിലേക്ക് കൊടുക്കേണ്ട പോലെയാണ് നോർമലി ഹോർമോൺ തെറാപ്പി എന്ന് പറയുന്നത്. പക്ഷേ ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത് എത്രയാണോ ആ ഗ്ലാൻഡിന് സെക്രീഷന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളത് അതിനനുസരിച്ച് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് എത്ര ആവശ്യം വരുന്നോ അതിനനുസരിച്ച് ബ്ലഡിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കും. ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ, ഈ ഹോർമോൺസിൻ്റെ ലെവൽ കറക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് പതുക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കുറച്ചു കാലം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് തൈറോയിഡിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് നിർത്താൻ പറ്റുന്നുണ്ട്. പലപ്പോഴും ചെറിയ പ്രായത്തിലൊക്കെ വരുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ വരാറുണ്ട്. 10 വയസ്സിന് താഴെയൊക്കെയുള്ള കുട്ടികൾക്ക് വരുമ്പോൾ അച്ഛനമ്മമാർക്ക് വളരെയധികം വിഷമമുണ്ടാകും. കാരണം ഈ ചെറിയ പ്രായം മുതൽ തന്നെ ഇങ്ങനെ അത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ലൈഫ് ലോങ് ചെയ്യണമല്ലോ എന്നുള്ള ഒരിതുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെൻറ്റ് സൈഡ് പോകുമ്പോൾ വളരെ ചെറിയ പ്രായമാണെങ്കിൽ, നമുക്കതൊരു ഇനിഷ്യൽ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആഹാര കാര്യത്തിൽ പല രീതിയിലുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കണം. അതായത് ഇപ്പം പല രീതിയിലും ഇപ്പം നമ്മൾ പറയാറുണ്ട് ട്യൂബേഴ്സ്, അതായത് ഇപ്പം അണ്ടർഗ്രൗണ്ടിൽ വരുന്ന കപ്പലണ്ടി, കടല, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, ഇനി മരച്ചീനി പോലെയുള്ള കാര്യങ്ങൾ, ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിട്രജൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ പറയാറുണ്ട്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക.
മെഡിസിൻ കറക്റ്റായിട്ട് എപ്പോഴും ഫോളോ ചെയ്ത് പോവുക. പിന്നെ ഏറ്റവും ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ആദ്യം ഒരു മെഡിസിനിൽ തൈറോയ്ഡ് ഹോർമോൺ എടുക്കും, അത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, ഇടയ്ക്ക് ബ്ലഡ് ചെക്ക് ചെയ്തില്ല. അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്ത് അതിൻ്റെ ലെവൽ നോർമലാണോ അല്ലേന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പല രീതിയിലുള്ള അസ്വസ്ഥതകളും കറക്റ്റ് ചെയ്ത് ഈ ഹോർമോൺസിൻ്റെ ലെവലിനെ നല്ല രീതിയിൽ തന്നെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു.